അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തുടങ്ങാലോ അല്ലേ? ഓക്കെ, യെസ്. കേൾക്കണില്ലേ? എനിക്ക് കേൾക്കണില്ലേ? കേൾക്കുന്നുണ്ട്. തുടങ്ങി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ ലാ സഹ്ല ഇല്ലാ മാ ജഅൽതഹു സഹ്ല വഅൻത തജഅലുൽ ഹുസ്ന ഇദാ ശിഅ്ത സഹ്ല. റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅ. നമ്മുടെ ടോപ്പിക്ക് ശാന്തിയുടെയും സൗഹൃദത്തിന്റെയും കവാടം, ഇതിനെ കുറിച്ചാണല്ലോ. അപ്പൊ അതിനെ കുറിച്ച് പറയുന്നതിന്റെ മുന്നേ എനിക്കൊരു 1-2 വേർഡ്സ് വേറെ പറയാനുണ്ട്. അതായത് ഇൻഫ്ലുവൻഷ്യൽ സ്പീക്കിംഗ് കോഴ്സിനെ കുറിച്ച്. മുന്തസ്ത ഇപ്പോൾ 6 ബാച്ച് കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു 7th ബാച്ച് ഇപ്പോൾ ഒരു മാസത്തോളമായി തുടങ്ങിയിട്ട്. അപ്പോൾ ഈ ബാച്ച് ഇതിന്റെ ഇങ്ങനെ ഓരോ ബാച്ച് തുടങ്ങുമ്പോൾ മുന്തസ്ത ഇതിൽ ഗ്രൂപ്പിൽ ഇടുമ്പോൾ ഇതിൽ ജോയിൻ ചെയ്യണോ വേണ്ടേന്ന് ഡൗട്ട് അടിച്ച് നിൽക്കുന്ന ആളുകൾ എന്തായാലും ഉണ്ടാവും. കാരണം ഞാനൊക്കെ അതിൽ പെട്ടാണ്. അപ്പോൾ അങ്ങനെ ഡൗട്ട് അടിക്കുന്നവരോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഒരു സംശയവും സംശയിക്കുക, നിങ്ങൾ അതിൽ പഠിക്കുന്നു. കാരണം എനിക്ക് ഈ ഒരു ഇതിൽ കയറാൻ കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്കൊക്കെ ഒരുപാട് ബെനിഫിറ്റ് ആവും. കാരണം എനിക്ക് സംസാരിക്കാൻ മടി, പിന്നെ ഗ്രൂപ്പിൽ കയറിയിട്ട് ആരെങ്കിലും പറഞ്ഞാൽ അതിന് ആൻസർ കൊടുക്കാൻ മടി, പിന്നെ സ്കൂളിൽ കുട്ടികളുടെ അടുത്ത് പോയാൽ മീറ്റിങ്ങിൽ ഒരുപാട് കാര്യങ്ങൾ പറയാൻ വേണ്ടി ഞാൻ അട്ടി വെച്ചിട്ടുണ്ടാവും. പക്ഷെ സ്കൂളിൽ ചെന്നാൽ എനിക്ക് പറയാൻ കഴിയില്ല. അപ്പൊ അങ്ങനെയുള്ള എനിക്ക് ഈ ഒരു മിഷ്കാത്ത് പോലുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ ഹസീന ടീച്ചർ, ആയിഷ ടീച്ചർ, മുംതാസ് ടീച്ചർ, ഷാക്കിറ ടീച്ചർ, റംല ടീച്ചർ, ഇതുപോലെ ഒരുപാട് പണ്ഡിതകൾ ക്ലാസ് എടുക്കുന്ന ഒരു ഇൽമിന്റെ മജ്‌ലിസിൽ ധൈര്യത്തോടെ എനിക്കിതിൽ കയറി വരാൻ കഴിഞ്ഞെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാനിതിൽ ക്ലാസ് ആയിട്ടൊന്നും എടുക്കാൻ പോകില്ല. കാരണം ഹസീന ടീച്ചറും മുംതാസ് ടീച്ചറൊക്കെ എടുത്ത് ഒരുപാട് ക്ലാസ്സുകൾ ഇതിൽ എടുത്തു കൊണ്ടു. അപ്പൊ ഞാനൊരു റിമൈൻഡർ തരാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനൊക്കെ എനിക്ക് ധൈര്യം കിട്ടിയെങ്കിൽ മാഷാ അല്ലാഹ് അതെനിക്ക് ഈ അള്ളാഹുവിന്റെ അപാരമായ കാരുണ്യം കൊണ്ട് മുന്താസ്ത നൽകിയ കോച്ചിങ് അതുകൊണ്ട് മാത്രമാണ്. കാരണം അതുവരെ മുന്താസ്ത എനിക്ക് സൗണ്ടില്ലേ, അതുവരെ ഇപ്പൊ നിഷ്കാതിൽ വരുമ്പോ നമുക്ക് ടീച്ചറാണ് മുന്തസ്തല്ല. അപ്പൊ നമ്മളൊരു കോഴ്സിന് പോയാൽ നമ്മളെ ഉമ്മയാണ് അല്ലെങ്കിൽ നമ്മളെ താത്തയാണ് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ആരായാലും അപ്പൊ നമ്മൾ ആ സ്കൂളിൽ നമ്മളെ ടീച്ചറാണ്. പക്ഷെ മുന്തസ്ത അതുവരെ മുന്തസ് ടീച്ചറാണെങ്കിൽ ഈ കോഴ്സിൽ എത്തിയതോടുകൂടി എല്ലാവർക്കും മുന്തസ്തയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ആ ഒരു അടുപ്പം അതുകൊണ്ട് കൂടിയാണ് എല്ലാവർക്കും ഇതില് ഒരു പേടില്ലാതെ നമുക്ക് അതിൽ 1ാമത്തെ ക്ലാസ്സിൽ മുന്തസ്ത പറയും, 2ാമത്തെ ക്ലാസ് മുതൽ ക്യാമറ ഓൺ ആക്കിയിട്ടാണ് നമ്മളോട് അതിൽ സംസാരിക്കാൻ പറയുന്നത്. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ഞാൻ ഉമൈറാനോട് പറഞ്ഞു എനിക്ക് കഴിയൂല, കാരണം ഞാൻ ഇങ്ങനെ ഒരു ഉദ്ദേശത്തിൽ വന്ന ആളെ അല്ല, എനിക്ക് സംസാരിക്കാൻ കഴിയിട്ട് എന്റെ ഹസ്ബൻഡ് ഇങ്ങനെ എന്നെ പറയും. അപ്പൊ ഹസ്ബൻഡിന്റെ പണിയാണ് അതിൽ ചേർക്കല്. സംസാരിക്കാനുള്ള ഒരു കോഴ്സ് ഉണ്ട് ഇങ്ങനെ കളിയാക്കിയപ്പോ ഞാൻ പറഞ്ഞു മുന്തസ്ത കോഴ്സ് തുടങ്ങി സംസാരിക്കാൻ. അപ്പൊ അങ്ങനെ ചേർത്തതാണ്. അപ്പൊ ഞാൻ ഉമൈറാനോട് പറഞ്ഞു എനിക്ക് കഴിയൂല, പിന്നെ എന്റെ ലക്ഷ്യം ഈ മീറ്റിങ്ങിലൊക്കെ ചെന്നാൽ കുട്ടികളെ കാര്യങ്ങൾ പറയണം, വേറെ ഒരു ലക്ഷ്യമില്ല എനിക്ക് പറഞ്ഞു. പക്ഷെ അതിൽ ചെന്ന് ഒരു 3 ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ല. അപ്പോഴേക്കും എനിക്ക് തുടങ്ങി ഇങ്ങനെ എനിക്കറിയാം, മുന്തസ്ത പറയും നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ, നന്മയുള്ള എന്ത് കാര്യങ്ങളും നിങ്ങൾ ദുനിയവിയാണെങ്കിലും ആഖിറത്തിലുള്ളതായാലും നിങ്ങളത് മറ്റുള്ളവർക്ക് കൊടുക്കാതെ മറച്ചു വെക്കുന്നത് ഭയങ്കര തെറ്റായ കാര്യമാണെന്ന്. അപ്പൊ അത് മുതൽ എനിക്കും ഇങ്ങനെ ആഗ്രഹം തുടങ്ങി. അപ്പൊ ഇത് മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കണം, ഇങ്ങനെ ഒന്നും ചെയ്യാതെ ഇങ്ങനെ വീട്ടിലിരിക്കുന്ന അത് നല്ലതല്ല അതൊക്കെ. അപ്പൊ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാല്, ഇങ്ങനെ ഡൗട്ട് അടിച്ച് നിൽക്കണ്ട. ഞാനിതൊരു എനിക്ക് ഇതിന്ന് ഒരുപാട് ബെനിഫിറ്റ് കിട്ടിയതുകൊണ്ടാട്ടോ നിങ്ങളോട് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇനി അടുത്ത ബാച്ച് മുന്തസ്ത തുടങ്ങുമ്പോൾ ധൈര്യത്തോടെ ചേർന്നോളൂ. ടോപ്പിക്ക് അപ്പൊ നമുക്ക് നമ്മളെ ടോപ്പിക്കിലേക്ക് പോകാം. സലാം ശാന്തിയുടെയും സൗഹൃദത്തിന്റെയും കവാടം, അതിനെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്കൊരു റിമൈൻഡർ തരാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു സമാധാനം, സലാം എന്ന് പറഞ്ഞാൽ അവിടെ വരുന്നത് സമാധാനം, ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെയാണല്ലോ. അതായത് 2 വ്യക്തികൾ കാണാണ്. അപ്പൊ ആ 2 വ്യക്തികൾ കാണുമ്പോൾ നമ്മള് തീർച്ചയായും ഒരു 2 ആളുകൾ തമ്മിൽ കാണുമ്പോൾ ഫസ്റ്റ് നമ്മുടെ മനസ്സിലേക്ക് എന്താ വരിക? ഒരു നല്ല എന്ത് ഭംഗിയുള്ള ഡ്രസ്സ്, അതല്ലെങ്കിൽ എന്ത് ഭംഗി, അതല്ലെങ്കിൽ ഒരു ഭംഗിയില്ല, അങ്ങനെ പല ചിന്തകൾ, നെഗറ്റീവായിട്ടുള്ളതും പോസിറ്റീവായിട്ടുള്ള പല ചിന്തകളും നമ്മുടെ ഹൃദയത്തിൽ വരും അല്ലേ. അപ്പൊ അതാ ചിന്തകളൊക്കെ ഒഴിവാക്കിയിട്ട് അള്ളാഹു നമ്മളോട് പറയാം, നിങ്ങൾ പരസ്പരം സലാം പറയാം. കാണുന്ന മാത്രമല്ല, അത് പരിചയമുള്ള ആളാവാനൊന്നുമില്ല, ആരായാലും വേണ്ടില്ല, നമ്മൾ കാണുന്ന മാത്രമല്ല അവരോട് സലാം പറയാന്ന് പറഞ്ഞത്. അതിലൂടെ എന്താണ് അവിടെ വരുന്നത്? പരസ്പരം ഒരു സൗഹൃദമാണ് വരുന്നത് അല്ലേ. അല്ലാതെ ഈ നെഗറ്റീവായിട്ടും മറ്റുള്ള വേണ്ടാത്ത ചിന്താഗതികളൊന്നും അവിടെ വരാനൊരു അവസരം നമുക്ക് വരുന്നില്ല. അപ്പൊ നമ്മൾ
ആദ്യ വിശ്വാസികൾ പിന്നെ സ്നേഹബന്ധത്തിൽ കോർത്തിണക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു നമ്മളോട് പറഞ്ഞാൽ നിങ്ങൾ പരസ്പരം കാണുമ്പോൾ ആശംസിക്കുക, സലാം പറയുക, സമാധാനം ആശംസിക്കുക. അപ്പൊ സലാം എന്ന് പറഞ്ഞത് ശാന്തിയുടെയും സൗഹൃദത്തിന്റെയും കവാടാണ്. അതുകൊണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നോക്കുക. അതായത് രണ്ട് വ്യക്തികൾ തമ്മിൽ പരസ്പരം സലാം പറയുന്നതോടെ അവിടെ രണ്ട് കാര്യങ്ങൾ ഓപ്പൺ ചെയ്യുകയാണ്. ആ രണ്ട് കാര്യങ്ങൾ പീസ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ്. അപ്പൊ ഭയങ്കര അത്ഭുതമായ ഒരു കാര്യമാണ് അല്ലേ അത്. പിന്നെ നമ്മൾ ഒരു പരിചയമില്ലാത്ത രണ്ട് വ്യക്തികളാണ് കാണുന്നത്. അവർ കാണുന്ന മാത്രയിൽ ഇങ്ങനെ പരസ്പരം സലാം പറയാ, സൗഹൃദം പിന്നെ പങ്കുവെക്കുക. ഇപ്പൊ കുറച്ചു മുന്നേ അസീൻ ടീച്ചർ പറഞ്ഞിരുന്നു, പിന്നെ നമ്മള് സലാം പറഞ്ഞതിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോ നമ്മൾ പള്ളിയിൽ പോകും. അപ്പൊ കുറേ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും സലാം പറയുന്നില്ല, എല്ലാവരും കയറിപ്പോവും, പിന്നെ തിരിച്ചു വരുമെന്ന് സലാം പറയും. എന്നെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ശരിയാണ്. അപ്പൊ കയറിപ്പോവും, പിന്നെ ഗേറ്റിന്റെ അവിടെ നാളെ കാണും, ഒതെടുക്കുന്നിടത്ത് നാളെ കാണും, പിന്നെ നിസ്കരിക്കുന്നൊക്കെ കാണും. അപ്പൊ ഒരു മടിയാണ് അവിടെ വരുന്നത്, ഒരു ലജ്ജ. ആ ലജ്ജ ഉണ്ടാക്കുന്നത് ഇബ്ലീസാണ്. അപ്പൊ നിനക്ക് പരിചയമില്ലാത്ത ആളിലേക്ക് എന്തിനാ അവിടെ ചെന്നാണ് സലാം പറയുന്നത്, നമ്മളോട് ഇബ്ലീസ് ഇങ്ങനെ പറയാണ്. അപ്പൊ അസിന ടീച്ചർ അത് പറഞ്ഞതിന് ശേഷം കുറെയൊക്കെ ഞാൻ മാറ്റം വരുത്താൻ ശ്രമിക്കട്ടെ, പക്ഷെ ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ല. അള്ളാഹു ഫുള്ളാക്കി അത് ആ ലജ്ജ ഒഴിവാക്കി തരട്ടെയാണ്. അപ്പോ അതിന്റെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാല് പിന്നെ എവിടെ ചെന്നാലും എവിടെ പള്ളിയിലായാലും ഗേറ്റ് മുതലേ നമുക്ക് സലാം പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. അപ്പൊ നമ്മളൊരു പിന്നെ ഇസ്ലാമിൽ മാത്രമുള്ള ഒരു അഭിവാദ്യ ശൈലിയാണിത് അല്ലെ. ഒരാളെ കാണുമ്പോൾ ഈ ഒരു സമാധാനം ആശംസിക്കുക. ഇപ്പൊ പാശ്ചാത്യരുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെ പിന്നെ ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു അർത്ഥമില്ലാത്ത വേർഡ്സുകളാണ് അവിടെ വരുന്നത് പരസ്പരം. ഇപ്പൊ ഒരു അർത്ഥം, ഒരു മീനിങ്ലെസ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാൾ മരണപ്പെട്ട സ്ഥലത്ത് അല്ലെങ്കിൽ ഭയങ്കര വിഷമത്തിൽ സങ്കടത്തിലിരിക്കുന്ന സ്ഥലത്ത് പോയിട്ട് നമുക്ക് ഒരിക്കലും അയാളോട് ഗുഡ് ഈവനിങ് അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് ഒന്നും പറയാൻ കഴിയില്ല. എന്നാൽ നമ്മളത് അങ്ങനെയല്ല. ഏത് അവസ്ഥയിൽ നമുക്കൊരു രാത്രി 1 മണിക്ക് ഒരാൾ ഒരു എന്തെങ്കിലും ഒരു മരണ വാർത്തയ്ക്കാണ് ആ സമയത്ത് കൂടുതലായിട്ട് വരും. അങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടി ഫോം ചെയ്താൽ നമ്മൾ ആദ്യം ഇപ്പൊ എന്റെ ഉപ്പ മരിച്ചു അല്ലെങ്കിൽ എന്റെ അമ്മ മരിച്ചു ഇത് പറയാൻ വേണ്ടിയിട്ട് പറയുമ്പോൾ ആദ്യം അസ്സലാമു അലൈക്കും എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത സലാം എന്ന ഈ പുണ്യകർമ്മം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ വ്യാപിപ്പിക്കണം, അതിന്റെ പ്രാധാന്യം എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ വിശ്വാസിയാവുന്നത് വരെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് വരെ വിശ്വാസിയാവുകയില്ല. ഇവിടെ നമ്മുടെ ലക്ഷ്യമായ സ്വർഗത്തിലേക്കുള്ള പാത സ്നേഹത്തിലൂടെയാണ്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരികയാണ്. ആ സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ഏറ്റവും ഈസിയായ മാർഗം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതായത് നമ്മൾ വിശ്വാസിയാവണമെങ്കിൽ, വിശ്വാസിയായാൽ മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കുള്ളൂ അല്ലെ. സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മള് ഇത് നമ്മുടെ ലക്ഷ്യമായ സ്വർഗത്തിലേക്കുള്ള പാത സ്നേഹത്തിലൂടെയാണ്. സ്നേഹം വേണം. നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ പരസ്പരം സ്നേഹം വേണം. ആ സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ഒരു ഈസിയായ മാർഗമാണ് പരസ്പരം സലാം പറയുക. അതായത് ഇപ്പൊ പരസ്പരം സ്നേഹം പങ്കിടുന്നതിലൂടെ നമ്മൾ താക്കോല് കിട്ടുകയാണ് അല്ലെ. സ്വർഗത്തിലേക്കുള്ള പ്രവേശനത്തിന്റെ താക്കോല് ആദ്യ പടി നമുക്ക് കിട്ടുകയാണ്. അപ്പൊ ഇസ്ലാം നമ്മൾ പഠിപ്പിക്കുന്നത് ഭയങ്കര മനോഹരമായ ഒരു അനുഭവമാണ് അല്ലെ. നമുക്ക് ഇസ്ലാം വളരെ സിമ്പിളാണ്, മനോഹരമാണ്. മറ്റുള്ളവരൊക്കെ കൂടി അതിനെ പീഡിപ്പിച്ച് എന്തോ സംഭവമാക്കി തീർക്കുകയാണ്. ഇസ്ലാമിന്റെ അത്ര മനോഹരമായ ഒരു മതം വേറെ ഇല്ല. എങ്ങനെയാണ് സലാം വ്യാപിപ്പിക്കുക എന്ന്, അതായത് നമ്മൾ അറിയുന്നവരോടും അറിയാത്തവരോടും എല്ലാം സലാം പറയുക. പരിചയമില്ല, എനിക്ക് അവളെ അറിയില്ല എന്നതുകൊണ്ട് സലാം പറയാതിരിക്കരുത്. ബുഖാരി, മുസ്ലിം ഇവയിൽ നിന്നുള്ള ഒരു ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹാബി ചോദിച്ചു, ഇസ്ലാമിലെ ഏറ്റവും ഉത്തമമായ കാര്യം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറഞ്ഞു, നീ ദാനം നൽകുകയും അറിയുന്നവനും അറിയാത്തവനും സലാം പറയുകയും ചെയ്യുക. ഏറ്റവും ഉത്തമമായ കാര്യം ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ സിമ്പിളായ ഒരു കാര്യമാണ് നമുക്ക് പറഞ്ഞു തന്നത് അല്ലെ. ഒരു പൈസക്ക് ചെലവില്ല, ഒരു പ്രശ്നമില്ല, നമുക്ക് കാണുമ്പോൾ സലാം പറയാം. സുബ്ഹാനല്ലാഹ്. എപ്പോഴെങ്കിലും കാണുമ്പോൾ സലാം പറഞ്ഞ് നിർത്തുന്നില്ല സലാം. ഇപ്പൊ നമ്മൾ ഒരാളെ കണ്ടു, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ആളെ വീണ്ടും കാണുമ്പോൾ ഒരിക്കലും നമ്മൾ പിന്നെ ആളോട് സലാം പറയാം, ഇനിയിപ്പോ എന്താ സലാം പറയാം, അങ്ങനെ നമ്മൾ ചിന്തിക്കൂലേ. പക്ഷെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യന്മാർ പറയുന്നത്, ചിലപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മാർക്കറ്റിൽ പോകും, എന്നിട്ട് ഒന്നും മേടിക്കാതെ തിരിച്ചു വരുമ്പോൾ അവർ ചോദിക്കും, എന്തിനാണ് മാർക്കറ്റിൽ പോയത്, കയ്യിലൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയും, പിന്നെ ഞാൻ സലാം പറയുക എന്ന ഉദ്ദേശത്തോടെ മാത്രം പോയതാണ്. അതായത് ഒരുപാട് ആളുകളോട് സലാം പറഞ്ഞിട്ട് അതിന്റെ കൂലി കിട്ടാൻ വേണ്ടിയിട്ട് മാർക്കറ്റിൽ പോവുക. സുബ്ഹാനല്ലാഹ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഭക്ഷണം കൊടുക്കുക, അറിയുന്നവനും അറിയാത്തവനും സലാം പറയുക. ഏറ്റവും വലിയ ദുർബലൻ ദുആ ചെയ്യാത്തവനാണ്. ഏറ്റവും വലിയ പിശുക്കൻ സലാം പറയാത്തവനാണ്. പിന്നെ എന്താ പറയാല്, എനിക്ക് പേടിയാവും സത്യം പറഞ്ഞാൽ. ഞാനത് പറഞ്ഞാൽ എനിക്കത് പറയാനുള്ള അർഹതയില്ല. അള്ളാഹു ഇത് കേൾക്കുന്ന നിങ്ങൾ ധാരാളം സലാം പറയുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. എനിക്ക്
അപ്പോൾ ഈ പറഞ്ഞ ലജ്ജയാണ് പിന്നെ പലപ്പോഴും അറിയാത്തവരോട് സലാം പറയാൻ പലപ്പോഴും ഞാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ ഒരു ദിവസം അസിന ടീച്ചർ ക്ലാസ്സിൽ അതിന്റെ ഇതിൽ തന്നെ തോന്നുന്നുണ്ട് പറഞ്ഞു, പിന്നെ നമ്മൾ പുഞ്ചിരി ഇതാണെന്ന് പറഞ്ഞല്ലോ, പിന്നെ നമ്മൾ സതക്കയാണെന്ന്. അപ്പൊ ഞാൻ ഇങ്ങനെ പിന്നെ പോകുമ്പോൾ കുട്ടികളായിട്ട് ചിലപ്പോൾ നടക്കാനിറങ്ങും. അപ്പോൾ അതിങ്ങനെ മനസ്സിലേക്ക് വരിക, പിന്നെ പുഞ്ചിരി സതക്കയാണെന്ന് ഒന്ന് ചിരിക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു സ്ത്രീ വരുന്നുണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര മടിയുണ്ട്, പക്ഷെ അറിയും ഞാൻ ചിരിച്ചു. അപ്പൊ അവരിന്നോട് ചിരിക്കും. പോയി സലാം പറയുന്നതിൽ നാം ചില മര്യാദകൾ പാലിക്കേണ്ടതുണ്ട്. വാഹനത്തിൽ പോകുന്നവർ നടക്കുന്ന ആൾക്ക് സലാം പറയുന്ന കാര്യത്തിൽ പിന്നെ കുറച്ച് മര്യാദകളുണ്ട്. വാഹനത്തിൽ പോകുന്നയാൾ നടക്കുന്നയാൾക്ക് സലാം പറയുക, നടക്കുന്നയാൾ ഇരിക്കുന്നവന് സലാം പറയുക, ചെറിയ സംഘം വലിയ സംഘത്തിന് സലാം പറയുക, സ്വന്തം വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ സലാം പറഞ്ഞ് പ്രവേശിക്കുക. വിശുദ്ധ ഖുർആൻ സൂറ നൂറിൽ ആയ നമ്പർ 61 അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فإذا دخلتم بيوتا فسلموا على أنفسكم تحية من عند الله مباركة طيبة. നിങ്ങൾ വല്ല വീടുകളും പ്രവേശിക്കുന്നതായാൽ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ അള്ളാഹുവിൽ നിന്നുള്ള ഒരു പാവനമായ ഉപചാരം എന്ന നിലയ്ക്ക് സലാം ചെല്ലണം. എന്നാൽ നമ്മൾ ഒരാളോട് അല്ലെങ്കിൽ ഒരു വീട്ടിലേക്ക് കയറുമ്പോൾ സലാം പറയുന്നത് വഴി അതുപോലുള്ളതോ അല്ലെങ്കിൽ അതിനേക്കാൾ നല്ലതോ നമുക്ക് തിരിച്ചു കിട്ടുകയാണ്. അതിനേക്കാൾ നല്ലത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളോട് സമാധാനം ഉണ്ടാവട്ടെ, അസ്സലാമു അലൈക്കും എന്നാണ് പറയുന്നുണ്ടെങ്കിൽ അയാൾ നമുക്ക് മടക്കുമ്പോൾ അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറയുമ്പോൾ നമുക്ക് റഹ്മത്തും ബർക്കത്തും സലാം ഒക്കെ അതിനേക്കാൾ വലുതാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ കുറച്ച് കൊടുക്കുന്നത് തിരിച്ചു കിട്ടുന്നത് അതിലും വലുത്. സലാം പറയുന്ന കാര്യത്തിൽ നമുക്കിടയിൽ വേറൊരു പ്രശ്നമുണ്ട്. മുതിർന്നവരോട് നമ്മൾ എപ്പോഴും സലാം പറയും, പക്ഷെ കുട്ടികളോട് അങ്ങനെ അത് പരിഗണിക്കാറില്ല അല്ലെ. പറയുകയാണെങ്കിൽ തന്നെ പിന്നെ സലാം കൊടുക്കുക അങ്ങനെ ഒരു ഇതില്ല, ഒരു നിർബന്ധപൂർവ്വം നല്ലൊരു രീതിയിൽ ഇല്ല. അവരെ കളിയാക്കി കാണ്ടും കളിപ്പിച്ചു കാണ്ടുള്ള സലാമാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങൾ കുട്ടികളുടെ അടുത്ത് കൂടി നടന്നു പോവുകയായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കണ്ടു, കുട്ടികളെ കണ്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് സലാം പറഞ്ഞു. ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ നിന്ന് എന്ത് സന്ദേശമാണ് നമുക്ക് കിട്ടുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലീഡർ ഓഫ് ദ വേൾഡ് ആണ്. കൂടാതെ സമൂഹത്തിൽ പരമോന്നത വ്യക്തിത്വമാണ്. തന്റെ മുന്നിൽ കളിച്ചു നടക്കുന്ന കൊച്ചു കുട്ടികളോട് സലാം പറയുമ്പോൾ അവിടുന്ന് നൽകുന്ന സന്ദേശങ്ങൾ കുട്ടികളെ ഒരു തുല്യതയാണ് അവിടെ വരുന്നത്. അതായത് ചെറിയ കുട്ടിയും വലിയ ആളും ഒക്കെ ഒരേപോലെ സലാം പറയുന്നതിലൂടെ ഒരു തുല്യത അവിടെ വരുന്നു. കുട്ടികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുമാറിയ രീതി നമ്മൾ ഒരുപാട് കണ്ടതാണ് അല്ലെ. പിന്നെ പക്ഷിക്കുട്ടി പിന്നെ ചത്ത് പോയിട്ട് അതിന്റെ വിവരങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ ചിരിപ്പിച്ച് അങ്ങനെ അവരോട് വലിയവരോടുള്ള രീതിയിൽ പെരുമാറിയതായിട്ട് ഒരുപാട് ഹദീസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ വിനയം, തന്റെ പദവി ഇത്രയും വലിയ പരമോന്നത വ്യക്തിയാണെങ്കിലും വിനയം കൈവിടുന്നില്ല. ചെറിയ കുട്ടികളെടുത്തായാലും ആരെടുത്തായാലും ആ വിനയം അവിടെ കാണിക്കുകയാണ്. സ്നേഹം, കുട്ടികളുടെ മനസ്സിൽ ഇസ്ലാമിനോടുള്ള ഒരു മനോഹരമായ ഇസ്ലാമിന്റെ മര്യാദകളൊക്കെ കുറിച്ച് അവർക്കൊരു ചെറുപ്പത്തിൽ തന്നെ ഒരു ഇസ്ലാമിനോടൊരു സ്നേഹം ഉണ്ടാവാൻ ഇത്തരം പ്രവൃത്തികൾ കൊണ്ട് ഉണ്ടാകും. നമ്മുടെ മൊബൈൽ ഫോൺ, തിരക്കിട്ട ജീവിതശൈലി അതിലൊക്കെ മുഴുകിയിരിക്കുമ്പോൾ നമുക്ക് കുട്ടികളോട്, അതുപോലെ ജോലിക്കാരോട്, സമൂഹത്തിലുള്ള താഴെത്തട്ടിലുള്ളവരോട് നമുക്ക് സലാം പറയാനുണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം അല്ലെ. നമ്മൾ ഒരു നിമിഷം ചിന്തിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത് എന്താണെന്ന് നോക്കാം. സലാം എന്നത് ഒരാളുടെ പദവിയോ ധനസ്ഥിതിയോ നോക്കി പറയേണ്ട ഒന്നല്ല. അത് സ്നേഹത്തിന്റെയും ബഹുമാനത്തിന്റെയും സാർവത്രികമായ പ്രഖ്യാപനമാണ്. ഈ മാതൃക നാം ഓരോരുത്തരും ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, 2 ആളുകളിൽ അള്ളാഹുവിന്റെ അടുത്തേക്ക് ഏറ്റവും അടുത്തവൻ ആദ്യം സലാം പറയുന്നവനാണ്. അപ്പോൾ 2 ആളുകൾ തമ്മിൽ കാണുമ്പോൾ ആദ്യം സലാം പറഞ്ഞ ആളാണ് അള്ളാഹുവിന്റെ അടുത്തേക്ക് ഏറ്റവും അടുത്തത്. അതുകൊണ്ട് മറ്റൊരാളെ കാണുമ്പോൾ സലാം പറയാൻ ഒരിക്കലും മടിക്കരുത്. അപ്പൊ നമ്മൾ മത്സരിക്കണം അല്ലെ. പിന്നെ എനിക്ക് ആദ്യം അള്ളാഹുവിന്റെ അടുത്തേക്ക് എടുക്കണം, 2 ആൾ കാണാല്ലേ, അയാൾ പറഞ്ഞതിന് മുന്നേ നമ്മൾ പറയാൻ ശ്രമിക്കണം. അപ്പോൾ ഇസ്ലാമിൽ നന്മ ചെയ്യുന്ന കാര്യത്തിൽ മത്സരിച്ച് മുന്നേറാമെന്നാണല്ലോ. അപ്പോൾ അതിനെ നമ്മൾ ശ്രമിക്കണം. സൂറ നിസാ ആയത്ത് നമ്പർ 86 അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, വഇദാ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വഇദാ ഹുയ്യിതും ബിതഹിയ്യത്തിൻ ഫഹയ്യൂ ബിഅഹ്സന മിൻഹാ ഇന്നല്ലാഹ കാന അലാ കുല്ലി ഷൈഇൻ ഹസീബാ.
നിങ്ങൾക്ക് വല്ല അഭിവാദ്യവും അർപ്പിക്കപ്പെട്ടാൽ അതിനേക്കാൾ നല്ലതിനെ അങ്ങോട്ടും അർപ്പിക്കുകയും നിശ്ചയമായും അള്ളാഹു എല്ലാ കാര്യത്തെക്കുറിച്ചും കണക്ക് നോക്കുന്നവനാകുന്നു. ഇത് സലാം പറയാന്നുള്ളത് ഫർളാണ്, സുന്നത്താണ്. അത് മടക്കാന്നുള്ളത് ഫർളാണ്. ഇപ്പൊ അത് വലിയൊരു കാര്യം പറയട്ടെ. അതായത് നമ്മൾ ഗ്രൂപ്പിൽ സലാം പറയുകയാണെങ്കിൽ ഒരാൾ സലാം പറഞ്ഞാൽ എല്ലാവരും കൂടി അതിൽ സലാം അടക്കേണ്ട ആവശ്യമില്ല. ഒരാൾ സലാം അടയ്ക്കാൻ പറ്റും. 200 ആളുള്ള ഗ്രൂപ്പിൽ ഒരാൾ സലാം പറഞ്ഞാൽ 200 ആളും കൂടി മടക്കേണ്ട ഒരു ആവശ്യമില്ല. ഒറ്റ സലാം അടക്കിയാൽ തന്നെ അവിടെ ആ ഫർള് അവിടെ കൂടി കഴിഞ്ഞു. അപ്പൊ നിർബന്ധം, അതായത് വലൈക്കും അസ്സലാം എന്ന് നിർബന്ധമായി മടക്കിയിരിക്കണം. സലാം ഒരാൾ പറഞ്ഞാൽ അവിടെ വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ പുണ്യം കിട്ടി. അതിന് നമുക്ക് നേരില്ലെങ്കിൽ നമ്മൾ വലൈക്കും അസ്സലാം എന്ന് നിർബന്ധമായി മടക്കണം. അത് നടത്താത്തത് വളരെ വലിയൊരു വീഴ്ച തന്നെയാണ്. നന്മയിലേക്കുള്ള ഒരു മത്സരമാണ്. അത് അതിന് മത്സരമാണ് നോക്കുക. അതായത് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ ലഭിക്കുന്നത് 10 നന്മയാണ്. റഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞാൽ 20 നന്മ. ബറകാതുഹു എന്ന് പറഞ്ഞാൽ 30 നന്മ. നമ്മൾ എപ്പോഴും കൂടുതൽ വാങ്ങുന്നവരാവുക. നന്മയുടെ കാര്യത്തിൽ മത്സരിക്കാൻ ഇസ്ലാം നമ്മോട് പറഞ്ഞു. നന്മയിൽ മത്സരിച്ച് മുന്നേറാനാണ് നമ്മൾ പറഞ്ഞത്. ഒരാൾ നമ്മോട് 10 നന്മക്കുള്ള സലാം പറഞ്ഞാൽ നമ്മൾ എപ്പോഴും 20 നന്മക്ക് കാത്തുക്കണ്ട. നമ്മളത് 30 നന്മനെ മേടിക്കാൻ വേണ്ടി ശ്രമിക്കുക. സലാം എന്നത് നമ്മുടെ മതപരമായ ബാധ്യതയും നമ്മുടെ സാംസ്കാരിക അടയാളവുമാണ്. പിന്നെ അത് അതിന്റെ ഒരു നാണക്കേടൊന്നും വിചാരിക്കാതെ, അതായത് പാശ്ചാത്യ ശൈലികളെ ഗുഡ് മോർണിംഗ് ഗുഡ് ഈവനിങ് ഒന്നും പറയാൻ ശ്രമിക്കാതെ അവിടെ അസ്സലാമു അലൈക്കും തന്നെ പറയാൻ വേണ്ടി ശ്രമിച്ച് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ പിന്തുടരാൻ ശ്രമിക്കുക. നമുക്ക് ഏവർക്കും കൂടുതൽ സലാം പരത്താനും അതിന്റെ പുണ്യങ്ങൾ കരസ്ഥമാക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല അനുഗ്രഹം നൽകട്ടെ. സലാമിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് അതുമായി വേറൊരു സംഭവം എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു സംശയമുണ്ട്. അന്യ പുരുഷന്മാരോട് സലാം പറയാൻ പറ്റുമോ? അത് അനുവദനീയമാണോ എന്ന്. അന്യപുരുഷന്മാരോട് സലാം പറയുന്നത് അസ്ലിൽ അനുവദനീയമാണ്. എന്നാൽ സലാം പറയുന്നത് ഫിത്നക്ക് കാരണമാവുമെന്നുണ്ടെങ്കിൽ അവിടെ പറയേണ്ടതില്ല എന്നാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായം. അതായത് ഇമാം മാലിക് റഹിമഹുല്ല, ഇമാം നവവി ഹംബലി തുടങ്ങിയ പണ്ഡിതന്മാരൊക്കെ പറയുന്നത് വൃദ്ധരായവർക്ക് വേണമെങ്കിൽ പിന്നെ പുരുഷന്മാരോട് സലാം പറയാം, പക്ഷെ യുവതികൾ പറയുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് അവരൊക്കെ പറയുന്നത്. അപ്പൊ അന്യസ്ത്രീ ചില സമയത്ത് നമുക്ക് അന്യപുരുഷന്മാരോട് സലാം പറയേണ്ടതായ ആവശ്യമുണ്ട്. അപ്പൊ വല്ല കല്യാണം അന്വേഷണം അങ്ങനെയുള്ള സമയത്തൊക്കെ നിർബന്ധ സാഹചര്യങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് സലാം അടക്കം നടക്കാം. അത് പിന്നെ ഭയങ്കര ഒരു സ്ട്രോങ് ആയ രീതിയിൽ നടക്കുന്നതാണ് നല്ലത്. സലാം ചില സന്ദർഭങ്ങളിൽ നമ്മൾ സലാം ഒഴിവാക്കണം പറയുന്നത്. അത് ഇവിടെയൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ സലാം പറയേണ്ടതില്ല. അതുപോലെ ബാത്റൂമിലായിരിക്കുമ്പോൾ, ഖുർആൻ ഓതുമ്പോൾ, പിന്നെ ദീർഘമായി പ്രസംഗിക്കുക, ഖുത്ബയിൽ ഏർപ്പെടുക, അവിടെ ഒന്നും സലാം പറയാതിരിക്കുന്നതാണ് നല്ലത്. സലാമിനെ കുറിച്ച് പറഞ്ഞതെല്ലാം ജീവിതത്തിൽ പകർത്താൻ അത് പറഞ്ഞ എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ലോകമെമ്പാടും സലാമിന്റെ മനോഹാരിത പരത്തി അതുവഴി ധാരാളം പുണ്യങ്ങൾ വാരിക്കൂട്ടി ഹിസാബില്ലാതെ ജന്നാത്തിൽ ഫിർദൗസിൽ പോകുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ പാപങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. നമ്മളിൽ മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ, അവർക്കെല്ലാം അള്ളാഹു പുറത്തു കൊടുക്കുകയും അവരുടെ ഖബറിനെ വിശാലമാക്കി സ്വർഗ്ഗ പൂന്തോപ്പാക്കി കൊടുക്കുകയും ചെയ്യട്ടെ. ഞാൻ പറഞ്ഞതിൽ ഒരുപാട് തെറ്റുകളോ എന്തെങ്കിലുമൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു പുറത്തു മാപ്പാക്കി തരട്ടെ. اللهم اغفر لي ولوالدي ولمن دخل بيتي مؤمنا وللمؤمنين والمؤمنات والمسلمين والمسلمات والأحياء والأموات. ربنا تقبل دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وآخر دعوانا والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.